അമ്മയോടൊപ്പം അവിടെ താമസം തുടങ്ങിയ റാണി സഹായത്തിനായി പുതിയ ജീവനക്കാരെ നിയമിച്ചു. പത്രത്തിൽ പരസ്യം കണ്ട് ആദ്യം എത്തിയത് ജബരാജ് എന്ന ഡ്രൈവർ. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ലക്ഷ്മി നരസിംഹൻ എന്നയാളും എത്തി. എന്നാൽ റാണിക്കും അമ്മയ്ക്കും അറിയാത്ത ഒരു സത്യമുണ്ടായിരുന്നു. ജബരാജ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നു. മോഷണ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചയാൾ. ജബരാജും വാച്ചർ നരസിംഹനും തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. വൈകാതെ കുക്ക് ഗണേശനും ഇവരോടൊപ്പം ചേർന്നു. അക്കാലത്ത് റാണി ആ ബംഗ്ലാവ് സ്വന്തമായി വാങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനായി പ്രസാദ് എന്ന ഏജന്റുമായി അവർ ചർച്ചകൾ നടത്തി. വീടിന്റെ മുഴുവൻ വിലയും പണമായി നൽകാമെന്ന് റാണി പറഞ്ഞത് ജബരാജ് അറിഞ്ഞു. റാണിയുടെ കയ്യിൽ വലിയ തോതിൽ പണവും സ്വർണവും ഉണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി. കൂടാതെ അമ്മ ഇന്ദിരാദേവിയോട് ജബരാജിനും കൂട്ടർക്കും വ്യക്തിപരമായ പകയും ഉണ്ടായിരുന്നു. പണമിടപാടുകളിലെ ചില ക്രമക്കേടുകൾ കണ്ടുപിടിച്ച അമ്മ അവരെ ശകാരിക്കുകയും ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു.